അടിപൊളി സാധനം, നല്ല നിർത്താൻ നിൽക്കുന്നു. ജാഫറാക്കടെ എവിടെയാണ്? ഉള്ളിലാ? എവിടെയാണ്? ഇതിൻ്റെ ഉള്ളില? ഇവിടെയാണ്? അപ്പുറത്തോ? നിങ്ങൾ ഇങ്ങോട്ട് മാറുന്നേക്ക്, ഇങ്ങോട്ട് മാറുന്നേക്ക്, എണീറ്റേക്ക് ഇങ്ങോട്ട് പിടിക്കണ്ടോ? പിടിക്കാൻ പോവാ. ഓ അടിപൊളി സാധനം. ഇവിടേക്ക് വെക്കാനുള്ള പുറത്തേക്ക് വെക്കാവുന്ന ആരെ കൂടെ നിക്കാൻ? ബസ്സിന് ഒരു അങ്ങോട്ട് കുറച്ച് അപ്പോൾ നമ്മൾ ഇവിടെ രാവിലെ 3G മുക്ക് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ വീടിൻ്റെ കിച്ചണിലാണ് പാമ്പുള്ളത്. അവിടെ ഇവിടുത്തെ റാക്കിൻ്റെ അടിയിലാണ് ആളുള്ളത്. അടിപൊളി ഒരു മൂർഖനാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്നതെന്നറിയില്ല. വാതിലിന് ഗ്യാപ്പൊന്നുമില്ല, പക്ഷേ ഡോർ തുറന്ന് ഇട്ട ടൈമിൽ കയറിയതായിരിക്കും ഉള്ളിൽ. അപ്പോൾ ഏതായാലും നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാം. ഇവിടെ ഇതൊക്കെ പറഞ്ഞാൽ റിസ്ക്കുള്ള സംഭവമാണ്. കാരണം കിച്ചണിൻ്റെ ഉള്ളിലൊക്കെ കയറി വരിക എന്ന് പറഞ്ഞാൽ, പിന്നെ പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ കാലിന് വന്ന് തട്ടിയാൽ വരെ അറിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാം. ഓക്കെ, ബഷീർ അങ്ങോട്ട് കേട്ടോ, അങ്ങോട്ട് നിൽക്കണേ. കൂടെ അങ്ങോട്ട് പുറത്തേക്ക് എങ്ങനെ
പക്ഷേ നായനെ എന്തേ അപ്പോൾ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്ത് ഒരു മീഡിയം സൈസുള്ള മൂർഖനാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഈ സൈസുള്ള ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുനിന്നായിരുന്നു നമ്മൾ ബാത്റൂമിൽ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചത്. അതേ ഒരു കണ്ടീഷനിലാണ്. ഇത് ബാത്റൂമല്ല, ഇത് ഇപ്പോൾ കിച്ചണായെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടൈമിൽ ഇതേപോലത്തെ പാമ്പുകൾ ഒരുപാട് ഇങ്ങനെ പുറത്തിറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയായി പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക. കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ മാറ്റങ്ങൾ വരും. ഓക്കെ, നമ്മളെ വിളിച്ചറിയിച്ചത് നമ്മളെ ഇവിടുത്തെ വാർഡ് മെമ്പർ ജാഫറാണ്. ജാഫറൊക്കെ ഇത് എങ്ങനെ നിങ്ങൾ അറിഞ്ഞു, അതിനെക്കുറിച്ച് ഒരു വിശദീകരണം പറയും. ഇത് ദേവതയിൽ കുഞ്ഞാമാക്കൻ്റെ മകൾ ഫൗസിയൻ്റെ പേരിലാണ് പടക്ക് നിൽക്കുന്ന ഫൗസിയൻ്റെ പേരിലാണ് പാമ്പിനെ കണ്ടത്. ഇതിപ്പോൾ വാർഡിൽ സ്ഥിരം പരിപാടിയായി മാറുന്നു, പാമ്പും നായും ഉള്ള പരിപാടി. അപ്പോൾ ഏതായാലും നമ്മളെ വാർഡിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം ഇടപെടുന്നത് നമ്മളെ സിയാബുദ്ദീനാണ്. ആ സിയാബുദ്ദീന് എല്ലാവിധ അഭിനന്ദനങ്ങളും. എനിക്ക് കുറേ തലവേദന ഒഴിവാക്കി തരുന്നതിന്. ജാഫ്രാക്ക് അതേപോലെ ഒരുപാട് കോളുകൾ നമ്മൾ വിളിക്കലുണ്ട്. നമുക്ക് കഴിഞ്ഞൊക്കെ അറ്റൻഡ് ചെയ്യലുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിട്ട് പരിഹരിച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പരിസരങ്ങളൊക്കെ ഉള്ളത് മാക്സിമം വൃത്തിയായിട്ട് പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ സെറ്റ് ബാക്ക് നല്ല ക്ലിയർ ആക്കി നോക്കുക. അതന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ പാമ്പ് വിചാരിക്കണം വരാതിരിക്കാൻ മാക്സിമം നമ്മൾ നോക്കുക. ഇങ്ങനെയൊക്കെ ഓക്കെ. സഹകരിച്ചതിനും സഹായിച്ചതിനും നന്ദി. ഓക്കെ.